എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. എല്ലാ സാധനങ്ങളും പുള്ളി ബ്രാൻഡഡ് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഫോണാണെങ്കിൽ ആപ്പിൾ, ലാപ്ടോപ്പ് ആണെങ്കിൽ ആപ്പിൾ, ഇപ്പോൾ അതുപോലെ ഷൂ ആണെങ്കിൽ പോലും 15,000 20,000 ആ റേഞ്ചിലുള്ളത്. ഡ്രസ്സാണെങ്കിലും നല്ല അടിപൊളി കോസ്റ്റ്ലി ആയിരിക്കും, നല്ല ലിനനായിരിക്കും, നല്ല സെറ്റപ്പ് ആയിരിക്കും. ആൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ഫീലായിരിക്കും. വീടെന്ന് പറഞ്ഞാൽ അത്ര വലിയ വീടൊന്നുമില്ല, 12,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. പക്ഷെ പലതും മൂപ്പര് റിച്ച് ആയതുകൊണ്ട് ചെയ്യുന്നതല്ല, മൂപ്പര് EMIക്കാണ് പലതും ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വരുമാനമുണ്ട്, ശമ്പളമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഒറ്റ കുഴപ്പമേ ഉണ്ടായുള്ളൂ. എന്താണ്? കോവിഡ് വന്നതോടുകൂടി മൂപ്പരുടെ ജോലി കാണാനില്ല. അതായത് പല ആൾക്കാരുടെയും ജോലി പോയതിൻ്റെ കൂട്ടത്തിൽ മൂപ്പർക്കും ജോലി പോയി. ജോലി പോയതോടുകൂടി മൂപ്പരുടെ EMI പലതും മുടങ്ങാൻ തുടങ്ങി. EMI എങ്ങനെ തിരിച്ചടയ്ക്കും? EMIൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കയ്യിലുള്ള പല സാധനങ്ങളും മൂപ്പർക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വന്നു. അതോടുകൂടി കുറേ സാധനങ്ങൾ പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ വില അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത്. ഇത്രയും EMI കൊടുക്കേണ്ടിയിരുന്നല്ലോ, അത് EMI ഇപ്പോൾ കൊടുക്കണ്ട, വിറ്റ് ഒഴിവാക്കി. ഇപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. പഴയ പോലെ തന്നെ മൂപ്പര് സോഫ്റ്റ്വെയറിൻ്റെ മേഖലയിൽ തന്നെയാണ് ജോലിയിൽ കയറി, എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ആ പണ്ട് കാണിച്ചിരുന്നൊരു ആർഭാടം, ആ രീതി ഇപ്പോൾ മൂപ്പർക്കില്ല. പക്ക മിനിമലിസ്റ്റിക്കാണ് മൂപ്പരുടെ ലൈഫ്. ഇപ്പോൾ എല്ലാം വേണ്ടത് എന്താണോ അതിൻ്റെ ഏറ്റവും മിനിമൽ സാധനം മാത്രമേ ഇപ്പോൾ മൂപ്പർ ഉപയോഗിക്കുള്ളൂ. അതായത് 10,000-20,000 രൂപയുടെ ഷൂ ഒക്കെ ഇട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും 4,000, 3,000, 2,000 ആ റേഞ്ചിലേക്ക് മൂപ്പർ കുറഞ്ഞു. ഫോണൊക്കെ ആണെങ്കിൽ ശരി, iPhone 11 12 ആ റേഞ്ചിലൊക്കെയാണ്. അതായത് ഇപ്പോൾ വില കുറവുള്ള സാധനം എന്താണോ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മൂപ്പര്. അപ്പോൾ മൂപ്പരുടെ ജീവിതം മൂപ്പരെ പഠിപ്പിച്ചത് മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിച്ചാൽ മതി. അതായത് പണമുണ്ട്, കയ്യിൽ കാശുണ്ടെന്നുള്ളത് 10 ആൾക്കാരെ കാണിക്കേണ്ട കാര്യമില്ല. ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മതി, നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, നാട്ടുകാരെ കാണിക്കണ്ടല്ലോ. അപ്പോൾ മിനിമലിസ്റ്റിക്കായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ മിനിമലിസ്റ്റിക്കായിട്ട് നമുക്ക് ജീവിക്കാം? കുറച്ച് വഴികൾ നമുക്ക് നോക്കാം. മിനിമലിസം എന്ന് പറഞ്ഞാൽ അത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് മിനിമലിസം. മിനിമലിസ്റ്റിക്കായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഗാന്ധിജിയൊക്കെ ജീവിച്ചത് കണ്ടില്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീക്ലറ്റർ യുവർ ഫിസിക്കൽ സ്പേസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ സാധനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കുന്നുണ്ടോ, അത് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അത് വാങ്ങാവൂ. നിങ്ങളുടെ ലൈഫിലേക്ക് അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അതിപ്പോൾ വാങ്ങേണ്ട കാര്യം ഇല്ല. ഒരുപാട് പണം ഉണ്ടാകുന്ന സമയത്ത്, ഒരുപാട് നമുക്ക് ധാരാളിത്തം കാണിക്കാൻ പറ്റുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പോൾ ആലോചിച്ചാൽ മതി, നിർബന്ധമില്ല. പിന്നെ എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും ശരി, അത് ചെറിയ കാര്യത്തിൽ തുടങ്ങുക, ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. അതായത് വലിയൊരു വീട് എന്നുള്ളതിന് പകരം വളരെ ചെറിയ വീട്. ഇപ്പോൾ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. എല്ലാ കാര്യത്തിലും ചെറുതിൽ നിന്ന് തുടങ്ങുക. വലിയ വില കൂടിയ ബൈക്കിന് പകരം ഒരു സാധാ ബൈക്ക്, ഒരു സാധാ സ്കൂട്ടർ, 1,00,000 താഴെ വില വരുന്നത്. നമുക്ക് കാര്യം നടന്നാൽ പോരെ. നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ബൈക്ക് വാങ്ങി എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ശരി, ഈ നമ്മുടെ ഫിലിം സ്റ്റാറുകൾ, സെലിബ്രിറ്റീസൊക്കെ ഇടുന്ന പോലുള്ള കോസ്റ്റ്ലി ഡ്രസ്സുകൾ നമുക്ക് ഇടേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. കാഴ്ചയിൽ അതേപോലെ തോന്നിക്കുന്ന സാധാരണ വസ്ത്രങ്ങൾ നമുക്ക് ലഭ്യമാണെന്ന്, അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിംപ്ലിഫൈ യുവർ ഡിജിറ്റൽ സ്പേസ്. ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ പെടും, നിങ്ങളുടെ മൊബൈൽ പെടും, എല്ലാം ഡിജിറ്റലി നിങ്ങൾ യൂസ് ചെയ്യുന്ന Gmail പെടും, വാട്സപ്പ് പെടും, എല്ലാ ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ, നിങ്ങളുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, എല്ലാ സാധനങ്ങളും, ഗാഡ്ജറ്റുകളും എല്ലാം അതിനകത്ത് പെടും. ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും 2, 3, 4 ഉണ്ടെങ്കിൽ 2 കൊടുത്ത് ഒഴിവാക്കാം. എന്തിനാണ് അധികം വെച്ചുകൊണ്ടിരിക്കുന്നത്? മിനിമലാവാലോ. ഒരു ഫോണ്, ഒരു ലാപ്ടോപ്പ്. സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് വീട്ടിലിങ്ങനെ കെട്ടിക്കിടക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ, കുറഞ്ഞ ആപ്ലിക്കേഷൻ, കുറഞ്ഞ സോഫ്റ്റ്വെയറുകൾ, അതായത് പല സാധനങ്ങളും മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തലവേദനയാണ്. ഞങ്ങളുടെ മൊബൈലിൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു 19 ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് സന്തോഷമായിരിക്കും, പക്ഷേ എനിക്ക് വെറുപ്പാണ്. എൻ്റെ ഫോണിൽ ഒരു 1 2 മാത്രമേ നീക്കാനുണ്ടായിരിക്കുള്ളൂ. ആ 1 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്ലൈഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഞാൻ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4-5 ആപ്ലിക്കേഷൻസ് മാത്രം ഉണ്ടാവും. അതായത് വാട്സപ്പ്, യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. രണ്ടാമത്തേൽ ബാങ്കിൻ്റെ സാധനങ്ങൾ. മൂന്നാമത്തേലാണ് പിന്നെ ചപ്പ് ചവറുകൾ. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും. എല്ലാം കൂടിയിട്ട് ഒന്നിനകത്ത്. ഈ ഒരു കാറ്റഗറി ഇതിനകത്ത്, ഈ ഒരു കാറ്റഗറി ഇതിനകത്ത്, ആ ഒരു കാറ്റഗറി ഇതിനകത്ത്, ആ ഒരു കാറ്റഗറിക്കകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും.
അങ്ങനെ 1-2 സ്ലൈഡിനകത്ത് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അല്ലാതെ മൊബൈലിന് തുറക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക, ഈ മത്തി ഉണക്കാട്ടിരിക്കുന്ന പോലെയുള്ള ആ ഒരു പരിപാടിയില്ല. ക്ലീനാക്കി വെക്കുന്നത് തലവേദന കുറയ്ക്കും, അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ ടൈമും കുറയ്ക്കാൻ പറ്റും അതോടൊപ്പം തന്നെ. കാരണം നിങ്ങൾക്ക് ഈ കാണുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും ഓടിപ്പോയിട്ട് അതിനകത്ത് എന്താ നടന്നേ, ആരാ അയച്ചേ എന്നുള്ളത് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് 3-ാമത്തെയോ 4-ാമത്തെയോ പേജിലേക്ക് മാറ്റിയിടുന്ന സമയത്ത് നമ്മൾ പോയി നോക്കിയെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ വരില്ല. നോട്ടിഫിക്കേഷൻ ഒന്നാമത് ഓഫ്. പോയി നോക്കുകയാണെങ്കിൽ സംഭവം അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ഈ രീതിയിലേക്കാക്കി മാറ്റാൻ പറ്റും. അൺവാണ്ടഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്ക് ഗുണമില്ല, വെറും ചപ്പ് ചവറ് ട്രാഷുകൾ മാത്രം വരുന്നതാണ് എങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന, നിങ്ങളുടെ ഒരു ഉൽപ്പാദനക്ഷമത കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത്. അതിപ്പോൾ മെയിൽ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, വാട്സപ്പിലെ ചാറ്റുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം. അൺവാണ്ടഡ് ആണെങ്കിൽ ഡിലീറ്റ് കൊടുക്കുക. എന്തിനു വെറുതെ എടുത്ത് വയ്ക്കുന്നത്? വൃത്തിയാക്കി സൂക്ഷിക്കുക. അത് ഡിജിറ്റൽ സ്പേസ് ആണെങ്കിലും ശരി, ഫിസിക്കൽ സ്പേസ് ആണെങ്കിലും ശരി. 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ ടൈം. നിങ്ങളുടെ സമയത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കണ്ട ഒരു പരിപാടിക്കും, അതായത് വേസ്റ്റാക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങളുടെ ടൈം ഉപയോഗിക്കരുത്. അത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നതായാലും ശരി, അൺവാണ്ടഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിനിമയ്ക്ക് പോകുന്ന പരിപാടിയാണെങ്കിലും ശരി, വേണ്ട എന്ന് തോന്നുന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ, നിർത്തിവയ്ക്കുക. ചിലവാണ് എന്ന് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ, നിർത്തിവയ്ക്കുക. സമയനഷ്ടമാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ, അത് നിർത്തിവയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എവിടെയോ എത്തിച്ചേരേണ്ട സ്ഥലമുണ്ട്. അതിന് സഹായിക്കാത്ത സാധനങ്ങളാണോ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിർത്തുക. ഇതിനൊക്കെ വേണ്ടുന്നൊരു സാധനമാണ് നമുക്ക് നോ പറയാനുള്ളൊരു ധൈര്യം. പല കാര്യത്തിലും നമ്മൾ നോ പറയില്ല. അവർക്ക് വിഷമിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് വേദനിച്ചാലോ, ഫ്രണ്ട്സിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവർ ചിലപ്പോൾ നമ്മളെ വെറുത്താലോ, എന്തിന്? നമുക്ക് വേണ്ട, ഇഷ്ടമില്ല, താല്പര്യമില്ല എന്ന് പറയുന്നൊരു കാര്യം നോ എന്ന് പറയാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴാണ് അത് പഠിക്കുക? അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ജീവിതം മനസ്സിലാക്കുക? ജീവിതത്തിൽ യെസ് മാത്രമല്ല, നോ എന്ന് പറയുന്നതിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. യെസ്സിനെ പോലെ തന്നെ നോയ്ക്കും പ്രയോറിറ്റി ഉണ്ട്. നോ പറയാൻ പഠിക്കാത്ത ആൾക്കാരാണ് ജീവിതം തുലയ്ക്കുന്നത്, വാർദ്ധക്യത്തിൽ കഷ്ടപ്പെടുന്നത്, മറ്റാരും തിരിഞ്ഞു നോക്കാനില്ലാതെ അനാഥരായി പോകുന്നത്. എല്ലാവരും ഉണ്ടായിരിക്കും, അനാഥത്വം ആയിരിക്കും അവരുടെ അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. അപ്പം നോ പറയേണ്ട സമയത്ത് നോ പറഞ്ഞില്ല, എല്ലാവരും അങ്ങ് സഹായിക്കാനായിട്ട് ഇറങ്ങി, എല്ലാറ്റിനും യെസ് പറഞ്ഞുകൊണ്ട് നടന്നു. ചെയ്യരുത്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞിരിക്കണം. അവരുടെ മുഖം കറുത്താൽ നോ പ്രോബ്ലം. കാരണം നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടോ ജനിച്ചതല്ല. അതായത് അവരെ കാണിക്കാനായിട്ട്, അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ജനിച്ചതല്ല നിങ്ങൾ. നിങ്ങളുടെ പർപ്പസ് വേറെ. അത് നിങ്ങൾക്ക് ബോധ്യം വേണം. അവരെ സന്തോഷിപ്പിക്കലല്ല നിങ്ങളുടെ ഉദ്ദേശം, അവരെ വെറുപ്പിക്കലും അല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുന്നു. നിങ്ങൾക്കിപ്പോൾ നോ ആണ്, താല്പര്യമില്ല, ഇഷ്ടമില്ല, വേണ്ടെന്നാണ്, വേണ്ട എന്ന് തന്നെ പറഞ്ഞേക്കുക, സോഫ്റ്റായിട്ട് പറയുക, അത്രയേ ഉള്ളൂ. 4-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ കൺസെപ്ഷനാണ്. അതായത് ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയാണ്, ആ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ സാധനം എൻ്റെ ജീവിതത്തിൽ എത്ര കാലത്തോളം സന്തോഷം നൽകും. ഇപ്പോൾ നമ്മളൊരു ബൈക്ക് വാങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ വാങ്ങി, ആ വാങ്ങിയ കുറച്ച് നാളുകൾ, ഇനീഷ്യലായിട്ടുള്ള കുറച്ച് ആഴ്ചകൾ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞതോടുകൂടി നമ്മളുടെ സന്തോഷം ഏകദേശം ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫോണോ ആ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ കാറോ നിങ്ങൾ വാങ്ങുന്ന ദിവസമോ വാങ്ങിയ ആഴ്ചയോ വാങ്ങിയ മാസമോ ഉണ്ടായിരുന്ന അത്രയും സന്തോഷം നിങ്ങൾക്ക് 6-ാമത്തെ മാസം കിട്ടുന്നുണ്ടോ ആ സാധനത്തിൽ നിന്ന്, ആ മൊബൈലിൽ നിന്ന്, ആ കാറിൽ നിന്ന് നിങ്ങൾക്ക് അത്രയും സന്തോഷം കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടുമോ, കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ആ ഇനീഷ്യലി ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് പോയി അല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന സാധനങ്ങളാണെങ്കിൽ വാങ്ങിക്കേണ്ട. നിങ്ങൾക്ക് ദീർഘകാലത്തോളം സന്തോഷം നൽകുന്നൊരു സാധനമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ വീട് വാങ്ങി, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് വീട് വാങ്ങാനുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വീട് വാങ്ങി. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ് ഒരുപാട് ലീസിനാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും ഒരുപാട് പണം പോകുന്നുണ്ട്, പല രീതിയിലുള്ള ചിലവ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അത് ലാഭമാണ്, അത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ അത് ഗുണമുണ്ട്. കാരണം നിങ്ങൾക്ക് വാങ്ങുന്ന സമയത്ത് മാത്രമല്ല, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം നൽകും. കാരണം എന്താണ്, അപ്പോഴും നിങ്ങൾ വാടക കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ പണം ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലേ, പലയിടത്തായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ ദീർഘകാലത്തേക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വേണ്ട. സോ ചിന്തിക്കുക വാങ്ങുന്നതിന് മുമ്പ് എത്ര കാലത്തേക്ക് ഇതെനിക്ക് സന്തോഷം നൽകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊന്നാണ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അതായത് നല്ലൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിനിത്തിരി വില കൂടുതലാണ് എന്ന് കരുതിക്കൊണ്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലതാണോ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം, അത് ഗുണകരമാണോ നിങ്ങൾക്ക് വാങ്ങിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാലം സന്തോഷം നൽകുന്ന കാര്യമാണോ വാങ്ങിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 40,000 രൂപയുടെ ഒരു മൊബൈൽ വാങ്ങണം എന്നാണ് ആഗ്രഹം. ആ സമയത്ത് നിങ്ങൾക്ക് 10,000-ൻ്റെ ഫോൺ വാങ്ങിക്കാൻ പറ്റും, നമുക്ക് പരിപാടി നടക്കും. പക്ഷേ ഈ 40,000-ൻ്റെ ഫോൺ ചിലപ്പോൾ ഒരു 4 വർഷം ഓടിയെന്നിരിക്കും. 10,000-ൻ്റെ ഫോൺ ചിലപ്പോൾ 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ 6 എണ്ണം വാങ്ങിക്കേണ്ട അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് ചിന്തിച്ചറിയാം, അല്ലേ. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്നത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് അത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരെണ്ണം തന്നെ ധാരാളം. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കുന്നതിന് പകരം വാങ്ങിക്കുന്ന ഒരു സാധനം നല്ലതായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ദീർഘകാലം സന്തോഷം നൽകുന്നതായിരിക്കണം. അങ്ങനത്തത് മാത്രം സെലക്ട് ചെയ്യുക. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് സ്റ്റോറേജ് സൊല്യൂഷൻസ്. ഈ സാധനം നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഈ ചൈനീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഫർണിച്ചറുകൾ അങ്ങനത്തെ ഉണ്ട്. അതായത് ഒരു ബെഡായിരിക്കും, ആ ബെഡ് അങ്ങോട്ട് മടക്കി കഴിഞ്ഞ് ഒരു മൂലയ്ക്ക് ആക്കി കഴിയുന്ന സമയത്ത് അതൊരു സോഫ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോഫേനെ ടേബിളാക്കി മാറ്റുന്നു, ടേബിളിനെ ചെയറാക്കി മാറ്റുന്നു. ഇതെല്ലാം കൂടി ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമരിൻ്റെ മുകളിലുള്ള ഒരു വാൾപേപ്പറായിട്ട്, ഒരു ഫോട്ടോ ഫ്രെയിമായിട്ട് മാറുന്നു. അതായത് ഒന്ന് മറ്റൊന്നായിട്ട് മാറുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ, അല്ലേ. ഈ ഡബിൾ ട്രാക്കായിട്ടുള്ള അങ്ങനെ മേലെയും താഴെയുള്ള ബെഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികളുടെയൊക്കെ ഈ റൂമിനകത്ത്. അത് നിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ബെഡായിട്ട് വലിയ ആൾക്കാർക്കും കിടക്കാം, അല്ലെങ്കിൽ അത് സോഫയാക്കിയിട്ട് മാറ്റാം, അതല്ലെങ്കിൽ ഇതുപോലെ മേലെയും താഴെയും കിടക്കാവുന്ന കുട്ടികളുടെ ബെഡാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഒരു സാധനം കൊണ്ട് മൾട്ടി പർപ്പസാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ചൈനീസ് വീഡിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒരു ലിവിങ് റൂമിനകത്ത് അവർ ബെഡ്റൂം ആക്കി മാറ്റും, അത് സോഫയാക്കി മാറ്റും, വേണമെങ്കിൽ അത് ഡൈനിങ് ടേബിൾ ആക്കി മാറ്റും. എന്ത് ആക്കി മാറ്റാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഡൗട്ടുള്ളൂ. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ പലതും നിങ്ങൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പരിപാടിയുമില്ല. ഒരു സാധനം കൊണ്ട് നിങ്ങളുടെ ഒരുപാട് പരിപാടികൾ നടക്കുകയും ചെയ്യും. ഒരുപാട് സ്ഥലവും നിങ്ങൾക്ക് ആവശ്യം വരില്ല, ഒരുപാട് പണവും നിങ്ങൾക്ക് ആവശ്യം വരില്ല. എല്ലാ അർത്ഥത്തിലും മിനിമലിസ്റ്റിക് ആയിരിക്കും. ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ കാണിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നാളേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തു വെക്കണമെങ്കിൽ, സമ്പാദിച്ചു വെക്കണമെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടക്കണമെങ്കിൽ, ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ.